തിരുവനന്തപുരം തമ്പാനൂരിലെ ഹോട്ടൽ മുറിയിൽ സഹോദരങ്ങളെ മരിച്ച നിലയിൽ കണ്ടെത്തി. മഹാരാഷ്ട്ര സ്വദേശികളായ പുരുഷനും സ്ത്രീയുമാണ് മരിച്ചത്. മുറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെത്തി. ബന്ധുക്കളുണ്ടെങ്കിലും അനാഥരെന്നും തൊഴിലില്ലെന്നും കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മഹാരാഷ്ട്ര സ്വദേശികളും സഹോദരങ്ങളുമായ ദത്താത്രേയ് കോണ്ടിബാബാമനെ, മുക്ത കോണ്ടിബാബാമനെ എന്നിവർ തിരുവനന്തപുരത്തെത്തിയത്. അന്ന് തന്നെ തമ്പാനൂർ പോലീസ് സ്റ്റേഷന് എതിർവശമുള്ള ഹോട്ടലിൽ മുറിയെടുത്തു. ഇന്ന് രാവിലെ ഹോട്ടൽ ജീവനക്കാർ മുറിയുടെ വാതിലിൽ ഏറെ നേരം തട്ടിയെങ്കിലും തുറന്നില്ല. ഉടനെ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് എത്തി വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുരുഷൻ ഫാനിൽ തൂങ്ങിയ നിലയിലും സ്ത്രീ കട്ടിലുമാണ് മരിച്ചു കിടന്നത്. ദുരൂഹതയുണ്ടോ എന്ന് പരിശോധിക്കുന്നുവെന്ന് DCP നക്കുൽ രാജേന്ദ്ര ദേശ്മുഖ് പറഞ്ഞു. ഇത് ഈ പ്രൈമ ഫേസി ഒരു സൂസൈഡ് പോലെ കാണുന്നുണ്ട്. രണ്ടു പേരുണ്ട്, ഒരു ആന്ന ഒരു പെണ്ണ്. രണ്ടു പേര് കേരള സ്വദേശി അല്ല, അവന് വേറെ രാജ്യത്തുള്ള ആളാണ്. സോ ഇവിടെ വന്നിട്ട് അവന് ഒരു 2 ദിവസമായിട്ടുണ്ട്. സോ അവിടെ നമുക്ക് പ്രൈമ ഫേസി ഇത് ഇൻഫോർമേഷൻ സൂസൈഡ് പോലെ തന്നെയാണ്. വേറെ ഇൻഫോർമേഷൻ ഇതുവരെ ഇല്ല. അവരുടെ അഡ്രസ് ഡീറ്റെയിൽസ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫൈ ചെയ്യുന്നുണ്ട്. സൂസൈഡ് നോട്ടീസ് ദെയർ നമ്മൾ ഇപ്പോൾ വെരിഫൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ്. സോ ബേസ്ഡ് ഓൺ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓൺലി വി ക്യാൻ റിവീൽ മോർ ഡീറ്റെയിൽസ് വാട്ട് ഈസ് ഹാപ്പനിങ്. അതേസമയം മുറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. തൊഴിലില്ലെന്നും അനാഥരാണെന്നും ആത്മഹത്യ ചെയ്യുന്നു എന്നുമാണ് കുറിപ്പിലുള്ളത്. ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ മൃതദേഹം വിട്ടു നൽകരുതെന്നും കുറിപ്പിലുണ്ട്. തമ്പാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജനം, തിരുവനന്തപുരം.